ഇപ്പോൾ വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ, സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏതൊക്കെ പ്രമുഖരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്? അനുപ്രിയ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അവസാന കവിയൂർ പൊന്നമ്മയുടെ ഭൗതികദേഹം സംസ്കരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ, നടൻ മമ്മൂട്ടിയും മോഹൻലാൽ അടക്കമുള്ള മുൻനിര താരങ്ങൾ എല്ലാവരും അർപ്പിക്കാൻ കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിയിരുന്നു. വസതിയിലേക്കും താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തി. ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മതപരമായ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഭൗതികദേഹം ചിതയിലേക്ക് എത്തിക്കും. തുടർന്ന് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടനവധി വേഷങ്ങൾ മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ച്, മലയാള പ്രേക്ഷകരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒട്ടനവധി വേഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ ഈ ലോകത്തോട് തൻ്റെതായ അടയാളപ്പെടുത്തലുകൾ മലയാള സിനിമയിൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെതായ ഇടം മലയാള സിനിമയിൽ സൃഷ്ടിച്ച് കൊണ്ടാണ് കവിയൂർ പൊന്നമ്മ ഇപ്പോൾ അഭിനയയ്ക്ക് പിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ച കളമശ്ശേരി ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ സ്വവസതിയിലും ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തങ്ങളുടെ പ്രിയ അഭിനേത്രിയെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിച്ചേർന്നത്. മലയാള സിനിമയിലെ സഹപ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മന്ത്രിമാരായ പി.എ. മുഹമ്മദ് റിയാസ്, പി. രാജീവ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ, ഹൈബി ഈഡൻ MP, MLA മാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ നിരവധി ആളുകൾ കളമശ്ശേരി ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ ആലുവ കരുമാലൂരിലെ കവിയൂർ പൊന്നമ്മയുടെ വസതിയിലും അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. വലിയ വികാരനിർഭരമായ യാത്രയയപ്പാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമാ ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും നടിമാർ ഉൾപ്പെടെയുള്ളവർ പലരും കരഞ്ഞുകലങ്ങിയ കണ്ണുമായാണ് തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിയത്. വലിയ വികാര വായ്പോടുകൂടി തന്നെ, ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ മലയാള സിനിമയിലെ അവരുടെ അമ്മയായി, മലയാള സിനിമ നിൽക്കുന്ന അമ്മ. കരുമാലൂരിൽ പെരിയാറിന്റെ തീരത്തെ ശ്രീപീഠം വീട്ടുവളപ്പിലാണ് ഇപ്പോൾ സംസ്കാരം നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ 3.5 പതിറ്റാണ്ട് കാലത്തെ ചെന്നൈ ജീവിതത്തിന് ശേഷം ശാന്തമായി ജീവിക്കാൻ വേണ്ടിയായിരുന്നു കവിയൂർ പൊന്നമ്മ കരുമാലൂരിലെ പെരിയാറിന്റെ തീരത്ത് വീട് നിർമ്മിച്ചത് തന്നെ. ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം പോലുള്ള ഒരു യാത്രയപ്പ് തന്നെയാണല്ലേ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പെരിയാറിന്റെ തീരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കണം എന്നുള്ളതായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം. തീർച്ചയായും അവരുടെ ആഗ്രഹപ്രകാരം തന്നെ പെരിയാറിൻ്റെ തീരത്ത് കരുമാലൂരിലെ വസതിക്കകത്ത് തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടുപിറകിൽ തന്നെയായിട്ടാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ചിത ഒരുക്കുന്നത്. മന്ത്രി പി. രാജീവ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടുകൂടെ അല്പസമയത്തിനകം തന്നെ കവിയൂർ പൊന്നമ്മ ഒരു മലയാളികളുടെ മനസ്സിൻ്റെ കത്തളങ്ങളിൽ എന്നും ഒരു ഓർമ്മയായി മാറാൻ പോവുകയാണ്. നമുക്കറിയാം, കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിൽ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒട്ടനവധി അമ്മ കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ അനശ്വരമാക്കിയ കവിയൂർ പൊന്നമ്മ ഒരുപക്ഷെ അമ്മ കഥാപാത്രങ്ങളോടെ തന്നെയായിരിക്കും കവിയൂർ പൊന്നമ്മ ഇനിയുള്ള നാളുകളിലും മലയാളികൾക്ക് ഇടയിൽ അറിയപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റു പല വേഷങ്ങൾ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കവിയൂർ പൊന്നമ്മ എന്നും ഓർമ്മിക്കപ്പെടുക ഈ അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ്. മുഖ്യധാര നായകന്മാരുടെ എല്ലാം തന്നെ സിനിമാ രംഗത്ത് സത്യൻ, മധു, പ്രേംനസീർ, മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് അടക്കമുള്ള മുഖ്യധാര നായകന്മാരുടെ അമ്മ വേഷം അനുഗ്രഹീതമാക്കി അഭ്രപാളിയിൽ വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത വ്യക്തിത്വത്തിന് ഉടമയായ കവിയൂർ പൊന്നമ്മ അല്പസമയത്തിനകം തന്നെ ഒരു ഓർമ്മയായി മാറാൻ പോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ യാത്രയപ്പാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമാ ലോകവും അവരെ സ്നേഹിക്കുന്ന ആളുകളും നാട്ടുകാരും ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി അവരുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ആലുവ കരുമാലൂരിലെ വസതിയിൽ വീട്ടുവളപ്പിൽ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അനുപ്രിയ.